കുടുംബത്തെ പോറ്റാൻ വഴി തേടി കഴിഞ്ഞ 10 വർഷം മുമ്പാണ് കോട്ടയം സ്വദേശി സൗദ ഗൾഫിലെത്തിയത്. എന്നാൽ ഏജന്റിന്റെ ചതിയിൽപ്പെട്ട് ദുരിതമനുഭവിക്കാനായിരുന്നു സൗദയുടെ വിധി. ഞാൻ ഒരു കുടുംബം ഇല്ലാഞ്ഞിട്ട് കയറി വന്നതാണ്. ഇപ്പം എനിക്ക് അതും ഇല്ല, ഒന്നും ഇല്ലാത്തൊരു രീതിയിൽ. എനിക്ക് ഏറ്റവും വലുത് എൻ്റെ ഉമ്മ ആയിരുന്നു. അവരെ ഒന്നും നോക്കാനോ രോഗിയായിട്ട് കടന്നിട്ടൊന്നും ചികിത്സിക്കാനോ പറ്റിയിട്ടില്ല. എനിക്ക് ഇവിടെ മരിച്ചാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിന്നതാണ്. എന്നെ ഇത്ര പോറ്റ് വളർത്തിയതല്ല എൻ്റെ ഉമ്മ. നാട്ടിലതേ കഷ്ടപ്പെട്ട് വന്നു. ഇനി നാട്ടിൽ ചെന്നാൽ എനിക്ക് ഏത് രീതിയാണെന്ന് എനിക്കറിയത്തില്ല. ഇനി ഒരു പെണ്ണുങ്ങൾക്ക് ഈ ചതി വരരുത്. ഒട്ടുമിക്ക പ്രവാസികളെയും പോലെ നല്ലൊരു ഭാവി സ്വപ്നം കണ്ട് ഗൾഫിലെത്തിയ സൗദയെ കാത്തിരുന്നത് പക്ഷേ ദുരിതങ്ങൾ മാത്രമായിരുന്നു. തൃശൂർ സ്വദേശിയായ സുബൈർ എന്നയാളാണ് സൗദയെ ഷാർജയിലെത്തിച്ചത്. വിസയ്ക്കും ജോലിക്കുമായി 12,000 ദിർഹം നൽകണമെന്നാണ് ഇയാൾ ആവശ്യപ്പെട്ടത്. ഈ വാഗ്ദാനത്തിൽ വിശ്വസിച്ച് സൗദ 6,500 ദിർഹം നൽകുകയും ചെയ്തു. എന്നാൽ മാസങ്ങളും വർഷങ്ങളും കടന്നുപോയതല്ലാതെ വിസ ലഭിച്ചില്ല. എനിക്ക് വിസ അടിച്ചോ ഇതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇല്ല, അറബി തരും എന്നും പറഞ്ഞുകൊണ്ട് എന്നെ അലേനിൽ പോയി മെഡിക്കൽ എടുക്കാൻ കൊണ്ടുപോയി. അവിടുന്ന് മെഡിക്കലൊക്കെ എടുത്ത് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു ഇനി കുഴപ്പമൊന്നുമില്ല, അറബി വിസ തരും, ഇനി എമർജൻസി ഐ ഡി കിട്ടുമോ എന്ന് പറഞ്ഞു. അങ്ങനെ 1 മാസം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് ഇയാളോട് ചോദിച്ചപ്പോഴത്തേക്ക് ഇയാൾ പറഞ്ഞ അറബിക്ക് എന്തോ കേസ് വന്നിട്ട് അയാളെ പോലീസ് പിടിച്ചിരിക്കുക എന്ന് പറഞ്ഞു, അറബീനെ. അത് കഴിഞ്ഞ് പിന്നെ എന്നോട് പറഞ്ഞ് ഇത് ആകണ്ട, ഞാനൊരു വിസ കോപ്പി തരാം, അത് കാണിച്ച് ജോലി ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ അത് കൊടുത്തിട്ട് ആരും എന്നെ ജോലിക്ക് നിർത്തുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു അത് ഇതല്ലെന്ന് പറഞ്ഞു, എമർജൻസി ഐ ഡിയോ ഒറിജിനൽ വിസയോ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പാർട്ട് ടൈം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഓരോ വീടുകളിൽ. അപ്പോൾ ഇത് വിസ ഇല്ലെന്നറിയുമ്പോൾ പിന്നെ അവരെന്നെ വിളിക്കുകയില്ല. അങ്ങനെയായി ലാസ്റ്റ് ഞാൻ ഇയാളോട് പറഞ്ഞപ്പോൾ ഇയാൾ ഏതോ 2-3 പേരുടെ നമ്പർ എന്നോട് തന്നു, ഇതാണ് നിൻ്റെ അറബി ഇതാണെന്നും പറഞ്ഞുകൊണ്ട്. ഞാൻ അയാളെ വിളിക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് അവരെന്നോട് ദേഷ്യപ്പെടുക, ഞാൻ നിൻ്റെ സ്പോൺസറൊന്നുമല്ല എന്നും പറഞ്ഞുകൊണ്ട്. പാസ്പോർട്ട് പോലുമില്ലാതെ ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് സൗദ എങ്ങനെയൊക്കെയോ പിടിച്ചു നിന്നു. പലതവണ നാട്ടിൽ പോകാൻ ശ്രമിച്ചെങ്കിലും അതെല്ലാം വിഫലമായി. ഇതിനിടയ്ക്ക് അസുഖങ്ങളും സൗദയെ വേട്ടയാടി. മാതാവും സഹോദരനും മരിച്ചു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ എൻ്റെ വീട്ടിലുണ്ടായി. ഇനി ഇതുപോലെ ഒരു പ്രശ്നങ്ങളും ഒരു പെണ്ണുങ്ങൾക്കും വരുത്തരുത്. ഇങ്ങനെ ഒരു വീടുകളിലും ജോലി ചെയ്താൽ നിന്നപ്പോഴത്തേക്ക് ഞാൻ ഇയാളെ വിളിച്ച് എന്നോട് പറഞ്ഞ് ഞാൻ പറഞ്ഞ പൈസ എനിക്ക് മൊത്തം തരാൻ പറഞ്ഞു, 12,000 രൂപ. ഞാൻ പറഞ്ഞു ഇനി ഞാൻ പൈസ തരുമല്ലെന്ന് പറഞ്ഞു. എന്നും എനിക്കിത് തരുന്നു, പാസ്പോർട്ടും വിസയും എമർജൻസി ഐ ഡിയും തരുന്നു, അന്നല്ലാതെ ഞാൻ പൈസ തരുമല്ലെന്ന് പറഞ്ഞു. അതിൽ പിന്നെ അയാളുടെ യാതൊരു ഇതും എനിക്കറിയത്തില്ല. അഭിഭാഷകരും സാമൂഹ്യ പ്രവർത്തകരും നേതൃത്വം നൽകുന്ന പ്രവാസി ഇന്ത്യ ലീഗൽ സർവീസ് സൊസൈറ്റി ദുബായിൽ നടത്തിയ നീതിമേളയാണ് ഒടുവിൽ സൗദക്ക് സഹായമായത്. നീതിമേളയിലെത്തിയ സൗദയെക്കുറിച്ചുള്ള വിവരങ്ങൾ മനസ്സിലാക്കിയ പ്രവാസി ഇന്ത്യ ലീഗൽ സർവീസ് സൊസൈറ്റി പ്രവർത്തകർ ഇവർക്കാവശ്യമായ സഹായങ്ങൾ ഉറപ്പുവരുത്തി. അഭിഭാഷകരായ അസീസ് തോലേരി, മുഹമ്മദ് സാജിദ്, നജമുദ്ദീൻ, അബ്ദുൽ അസീസ്, ഗിരിജ, സാമൂഹ്യ പ്രവർത്തകൻ മോഹൻ വെങ്കിട്ട് എന്നിവരുടെ നേതൃത്വത്തിൽ സൗദയെ നാട്ടിലേക്ക് അയക്കുന്നതിനുള്ള നിയമസഹായങ്ങൾ നൽകി. 10 വർഷത്തിന് ശേഷം സൗദ നാട്ടിലേക്ക് മടങ്ങുകയാണ്. ഒന്നുമില്ല, പാസ്പോർട്ട് കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നുമില്ല, ഒന്നും അറിയത്തില്ല ഇവർക്ക്. കോൺസുലേറ്റ് ബന്ധപ്പെട്ടു, നമുക്കിത് കിട്ടി. പിന്നെ വൈറ്റ് പാസ്പോർട്ട് കിട്ടി. വൈറ്റ് പാസ്പോർട്ട് കിട്ടിയപ്പോൾ ഇവരെ പേരിൽ എമിഗ്രേഷൻ ഷാർജ വാസത്ത് പോലീസ് സ്റ്റേഷനിൽ അവിടെ കേസ് കിടക്കുന്നുണ്ട് ഇവരെ പേരിൽ. ഷാർജയിലെ പോലീസ് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള സമീപനമായിരുന്നു. അപ്പോൾ അവർ കണ്ടപ്പോൾ തന്നെ ഒരു മുതിർ വന്നിട്ട് കേസ് ക്ലോസ് ആക്കി സർട്ടിഫിക്കറ്റ് തന്നു, വൈവായിക്കൊന്നു പറഞ്ഞു. ഏജന്റുമാരുടെ മോഹന വാഗ്ദാനങ്ങളിൽ കുടുങ്ങി മതിയായ രേഖകളില്ലാതെ വിദേശ രാജ്യങ്ങളിലേക്ക് ജോലി തേടിപ്പോകുന്ന പ്രവാസികളുടെ ദുരിതകഥകൾ പലപ്പോഴും പുറത്തു വരാറുണ്ടെങ്കിലും ഇത്തരത്തിൽ ചതിയിൽപ്പെടുന്നവരുടെ എണ്ണത്തിന് കുറവില്ല എന്നതാണ് യാഥാർത്ഥ്യം. മതിയായ രേഖകൾ ഉറപ്പുവരുത്തി അംഗീകൃതമായ മാർഗങ്ങളിലൂടെ മാത്രമേ വിദേശങ്ങളിൽ ജോലിക്ക് വരാവൂ. സാമൂഹ്യ പ്രവർത്തകരുടെ കരുണയോടെ സഹായത്തോടെ സൗദ നാട്ടിലേക്ക് മടങ്ങുകയാണ്. പക്ഷേ കുടുംബത്തിനു വേണ്ടി ഒന്നും സമ്പാദിക്കാതെയാണ്, നേടാനാകാതെയാണ് ഈ മടക്കം. ക്യാമറമാൻ രഞ്ജിത്ത് കാരത്തിനൊപ്പം ടി ജമാലുദ്ദീൻ, കൈരളി ന്യൂസ്, ദുബായ്.